നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 11, 2026 ബുധൻ. അങ്ങനെ ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ് റീബൗണ്ട് ആയതിനു ശേഷം വീണ്ടും ഇന്നും അതിശക്തമായ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. മാത്രമല്ല നിഫ്റ്റിക്ക് 2025 ഏപ്രിൽ 21 ശേഷം, അതായത് 11 മാസങ്ങൾക്ക് ശേഷം ഏറ്റവും താഴ്ന്ന നിലയിലായിട്ട് ഇന്ന് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. എന്തെല്ലാം കാരണങ്ങളാണ് ഇന്നലെ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിച്ച ഇന്ത്യൻ മാർക്കറ്റിനെ ഇന്ന് നഷ്ടത്തിലേക്ക് തള്ളിവിടുവാൻ ഉണ്ടായതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ലീഡിംഗ് ആയ ഇൻഡസ്ട്രീസുകളിൽ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗണോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് ലഭ്യമായപ്പോൾ സെൻസെക്സിൽ സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിട്ടുള്ള ഓപ്പണിംഗും ലഭ്യമായി. നിഫ്റ്റി ഇന്ന് ഓപ്പൺ ആയി 10 മിനിറ്റുകൾ കൊണ്ട് തന്നെ ഇന്നത്തെ ഡേ ഹൈ ആയ 24,299 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിട്ടു. തുടർന്നങ്ങ് മാർക്കറ്റിൽ ഇടിവ് തുടർന്നുകൊണ്ട് തന്നെയിരുന്നു. തുടർന്ന് 23,834 എന്ന ലെവലിൽ സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. തൽഫലമായി 394 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി 23,866 എന്ന ലെവലിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച, അതായത് മിനിങ്ങാന്ന്, നിഫ്റ്റി 11 മാസത്തെ അതിന്റെ ലോ ക്രിയേറ്റ് ചെയ്യുകയുണ്ടായി 23,697 എന്ന ലെവലിൽ. എങ്കിലും അന്ന് നിഫ്റ്റിക്ക് റീബൗണ്ട് ആകാൻ സാധിച്ചതിനെ തുടർന്ന് 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ടും വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിക്കുകയുണ്ടായി. എന്നാൽ ഇന്ന് ഇടിവ് തുടരേണ്ടതായിട്ട് വരികയും ചെയ്തു. മാത്രമല്ല റീബൗണ്ട് സാധ്യമാവുകയും ചെയ്യാത്തതിനെ തുടർന്ന് നിഫ്റ്റിക്ക് അതിന്റെ 11 മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നപ്പോൾ സെൻസെക്സിന് 1,342 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് 1,215 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ ആകെ 1,207 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായുള്ളൂ. അതേസമയം 1,737 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. ബജാജ് ഫൈനാൻസ്, ആക്സിസ് ബാങ്ക്, ബജാജ് ഫിൻസർവ്, ഐഷ മോട്ടേഴ്സ്, M&M തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടം നേരിടേണ്ടതായിട്ട് വന്നപ്പോൾ വിപ്രോ, ജിയോ ഫൈനാൻഷ്യൽ, കോൾ ഇന്ത്യ, സൺഫാർമ, ഡോക്ടർ റെഡ്ഡീസ് ലാബ് തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നേട്ടവും കൈവരിക്കുവാനായി. അതേസമയം ബോർഡർ മാർക്കറ്റ്സിൽ നിന്നും മിക്സ്ഡ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഇന്ന് കാണുവാനായിട്ടും സാധിക്കുക. നിഫ്റ്റി മിഡ് ക്യാപ്പിന് 1% ഇടിവ് നേരിടേണ്ടി വന്നപ്പോൾ സ്മോൾ ക്യാപ്പിന് ഫ്ലാറ്റ് ആയിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. സെക്ടർ വൈസ് നോക്കുമ്പോൾ ഓയിൽ ആൻഡ് ഗ്യാസ്, ഫാർമ തുടങ്ങിയ മേഖലകൾക്ക് 0.5% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനായപ്പോൾ ഓട്ടോ, FMCG, PSU ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക്, ക്യാപിറ്റൽ ഗുഡ്സ്, IT, റിയാലിറ്റി തുടങ്ങിയ മേഖലകൾക്ക് 0.5% മുതൽ 1% വരെ ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. ഇന്നലെ US ഡോളറിനെതിരെ നേട്ടം കൈവരിക്കുവാൻ സാധിച്ച ഇന്ത്യൻ രൂപയ്ക്ക് ഇന്ന് വീണ്ടും ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 23 പൈസയുടെ നഷ്ടത്തോടുകൂടി 92.03 എന്ന ലെവലിലായിട്ട് നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വരികയുണ്ടായി. നിലവിൽ ഇന്ത്യയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന LPG ഗ്യാസ് സിലിണ്ടറുകളുടെ ക്ഷാമത്തെ തടയുവാൻ കേന്ദ്ര സർക്കാർ LPG വിതരണത്തിന് മുൻഗണന നൽകിയതിനാലും ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുവാനുള്ള നടപടികൾ ആരംഭിച്ചതിനാലും ഇന്ന് അദാനി ടോട്ടൽ ഗ്യാസിന്റെ സ്റ്റോക്ക് പ്രൈസിൽ 20% ഉയർച്ച ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടു. എന്നാൽ അതേസമയം LPG ക്രൈസിസ് നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ TTK പ്രസ്റ്റേജ് തുടങ്ങിയ ഹോം അപ്ലയൻസ് സ്റ്റോക്കുകളിൽ 8% ഉയർച്ചയും ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെടുകയുണ്ടായി. കാരണം ഇനി ഒട്ടുമിക്ക ഉപഭോക്താക്കളും ഇൻഡക്ഷൻ കുക്കറിലേക്ക് മാറാനുള്ള സാധ്യതകൾ ഏറെ നിലനിൽക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ. ഇനി എസ്പെഷ്യലി urban ഏരിയയിലൊക്കെ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ആകെ ഇനി മുന്നിലുള്ള ഒരു സൊല്യൂഷൻ ഇൻഡക്ഷൻ കുക്കറുകളായതിനാൽ തന്നെ ഇന്ന് സെറ്റ്മാക് മെക്കട്രോണിക്സിന്റെ ലിസ്റ്റിംഗ് NSEയിൽ നടക്കുകയുണ്ടായി. ഇന്ന് മാർക്കറ്റിൽ അതിശക്തമായ ഇടിവ് നേരിട്ടെങ്കിലും സ്റ്റോക്കിന് ഇന്ന് IPO പ്രൈസിൽ നിന്നും 14% പ്രീമിയത്തിന്റെ നേട്ടത്തോടുകൂടി ലിസ്റ്റ് ചെയ്യപ്പെടുവാനുമായി. മാത്രമല്ല നിലവിലെ വെസ്റ്റേഷൻ പ്രശ്നങ്ങൾ ആരംഭിച്ചതു മുതൽ നിലവിൽ ആദ്യമായിട്ടാണ് ഒരു IPOയ്ക്ക് ഇത്രയും ഒരു നേട്ടത്തോടുകൂടി ലിസ്റ്റിംഗ് ചെയ്യപ്പെടാൻ ഇന്ത്യൻ മാർക്കറ്റിൽ സാധിച്ചതും. കേന്ദ്ര ജൽജീവൻ മിഷന്റെ 2.0 അവതരിപ്പിക്കുകയും മാത്രമല്ല അടിസ്ഥാന സൗകര്യങ്ങൾക്കും സംരംഭങ്ങൾക്കുമായി 8.7 ലക്ഷം കോടി രൂപയുടെ സംയോജിത അടങ്കൽ തുക കേന്ദ്രമന്ത്രിസഭ പാസാക്കിയതിനെ തുടർന്ന് ഇന്ന് ശക്തി പമ്പിന്റെ സ്റ്റോക്ക് പ്രൈസിൽ 18%, ജെയിൻ ഇറിഗേഷനിൽ 9%. മാത്രമല്ല ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭൂരിഭാഗം സ്റ്റോക്കുകളിലും ഇന്ന് നേട്ടം കൈവരിക്കുവാനും സാധിച്ചു. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ അതിശക്തമായ ഒരു നഷ്ടത്തിലേക്ക് തള്ളിവിടുവാനുണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് പരിശോധിക്കാം. മിനിങ്ങാന്ന്
രാത്രി US പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നും വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തുകയുണ്ടായി. എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വന്ന നടപടികൾ അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയ്ക്കൊക്കെ തികച്ചും എതിര് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഉറങ്ങിക്കിടന്നവനെ വിളിച്ചെണീപ്പിച്ചിട്ട് കഞ്ഞിയില്ല എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിന് എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനും. കാരണം ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിന് എന്ന പോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റിലാകമാനം റീബൗണ്ട് അനുഭവപ്പെടുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ട്രംപിന്റെ പ്രസ്താവനയെ തുടർന്ന് മാർക്കറ്റിലുണ്ടായ പ്രതീക്ഷകൾക്കേറ്റ മങ്ങൽ തന്നെയാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ വീണ്ടും ശക്തമായ ഒരു നഷ്ടത്തിലേക്ക് തള്ളിവിടുവാൻ ഇടയാക്കിയത്. കൂടാതെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്നലെയും ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ 4673 കോടി രൂപയ്ക്ക് സെല്ലിംഗ് തുടരുകയാണ് ഉണ്ടായത്. ഇന്നലെ വരെ എല്ലാ ട്രേഡിംഗ് സെഷനിലും അവർ അതിശക്തമായ സെല്ലിംഗ് ആണ് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ തുടരുന്നതും. കൂടാതെ വെസ്റ്റ് ഏഷ്യൻ പ്രശ്നങ്ങൾക്ക് യാതൊരുവിധ അയവ് വന്നിട്ടുമില്ല. പ്രശ്നങ്ങൾ അതിരൂക്ഷമായി തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ തുടർന്ന് ഇന്നലത്തോടുകൂടി കൂൾ ഓഫ് ആയ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയ്ക്ക് ഇന്ന് വീണ്ടും തീപിടിക്കുന്ന കാഴ്ചയാണ് കാണുവാനായിട്ടും സാധിക്കുക. ഇതിനു പുറമെ 24 എന്ന ലെവൽ മറികടന്ന ഇന്ത്യ വിക്സ് ഇന്നലെ 17% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് കൂൾ ഓഫ് ആകാൻ സാധിച്ചെങ്കിലും ഇന്ന് മാർക്കറ്റിലുണ്ടായ അനിശ്ചിതത്വത്തിന്റെയും നേരിടേണ്ടി വന്ന ശക്തമായ ഇടിവിനെയും തുടർന്ന് വീണ്ടും ഇന്ത്യ വിക്സ് ഹീറ്റപ്പ് ആവുകയുണ്ടായി. ഏകദേശം 11.37% ഉയർച്ചയോടുകൂടി 21.06 എന്ന ലെവലിലായിട്ടാണ് ഇന്ത്യ വിക്സിന്റെ ക്ലോസിംഗും രേഖപ്പെടുത്തുവാനായത്. ഇന്ന് ഇന്ത്യ വിക്സിലുണ്ടായ അതിശക്തമായ ഉയർച്ചയും കൂടാതെ ഇന്ത്യൻ രൂപയ്ക്ക് US ഡോളറിനെതിരെ നേരിടേണ്ടി വന്ന ശക്തമായ ഇടിവും തുടങ്ങി ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിന് ശക്തമായ നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നത്. ഇനി ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 44 പോയിന്റുകളുടെ നേരിയ നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ഫ്രാൻസ് മാർക്കറ്റുകൾ 0.25%, ജർമ്മൻ മാർക്കറ്റ് 1.25%ലേറെയും നഷ്ടത്തോടു കൂടിയിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ, ഹോങ്കോങ്, തായ്ലൻഡ് മാർക്കറ്റുകൾക്ക് മാത്രമേ ഇന്ന് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നുള്ളൂ. ബ്രെന്റ് ക്രൂഡിന്റെ വിലയിൽ 3.25%ലേറെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 4.5%ന്റെയും ഉയർച്ചയാണ് നിലവിൽ അനുഭവപ്പെടുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില 91.31 $US പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില 87.10 $US പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ഗോൾഡിന്റെ വില 5191.63 $US പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് വ്യാപാരം തുടർന്നുകൊണ്ടിരിക്കുന്നതും. രാവിലത്തെ വെച്ച് നോക്കുമ്പോൾ നേരിയ ഇടിവാണ് ഗോൾഡിൽ അനുഭവപ്പെടുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. സമവർദ്ധന മദേഴ്സൺ ഇന്റർനാഷണൽ, യൂട്ടാക്ക ഓട്ടോപോർട്സ് ഇന്ത്യയിലെ 100% വരുന്ന ഓഹരികളും കമ്പനി സ്വന്തമാക്കുകയുണ്ടായി. ജാഷ് എഞ്ചിനീയറിംഗ് കമ്പനിക്ക് 71 കോടി രൂപയുടെ പുതിയ ഓർഡർ ലഭിച്ചു. ബജാജ് ഓട്ടോ മഹാരാഷ്ട്ര സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും EV ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള അനിശ്ചിതത്വം തുടരുന്നതിനാൽ മഹാരാഷ്ട്രയ്ക്ക് പുറത്തേക്ക് ചേതക് EVയുടെ ഉൽപാദനം വ്യാപിപ്പിക്കുന്നത് കമ്പനിയുടെ പരിഗണനയിലാണെന്നുള്ള റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ദിലീപ് ബിൽഡ്കോൺ കർണാടകയിൽ 400 kV സബ്സ്റ്റേഷൻ പദ്ധതിക്കായി 1850 കോടി രൂപയുടെ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. ഗോപാൽ സ്നാക്സ് 2024 ഡിസംബർ 11 കമ്പനിയുടെ പ്രൊഡക്ഷൻ യൂണിറ്റിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് നഷ്ടപരിഹാരമായി 37.46 കോടി രൂപയുടെ ഇൻഷുറൻസ് ലഭിക്കുകയുണ്ടായി. റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് 115 കോടി രൂപയുടെ കരാർ കമ്പനിക്ക് ലഭിച്ചു. ഭാരത് ഫോർജ് പൂനെയിൽ ലീബർ എരിയോസ്പേസുമായി ചേർന്നുകൊണ്ട് ഹൈടെക് ലാൻഡിംഗ് ഗിയർ സൗകര്യം കമ്പനി തുടക്കം കുറിക്കുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.